അച്ചോട്ടനെ കണ്ടെങ്കിൽ പറഞ്ഞ കാശെങ്കിലും കിട്ടിയേനെ. അവനുണ്ട് അവിടെ അച്ചു. അച്ചോടില്ല. ആശ്വാസമായി. ആശാനേ. ആരാടാ? ഞാനാശാനെ, ഗോവിന്ദൻ. വാടാ. അപ്പോട്ട് വന്നില്ലേ? ഇല്ല, വന്നില്ല. അയ്യോ, അവിടെ ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാൻ നേരമില്ല. നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. എനിക്കറിയാം അവൻ വരില്ല. അവൻ വരണമെങ്കിൽ തല്ലുകൂടാൻ ഇവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയാണെങ്കിൽ അവൻ പാഞ്ഞെത്തിക്കോളും. വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആ, ഒരേ ചോരയാണെങ്കിലും തമ്മിത്തല്ലാനല്ലേ അവന്മാർക്കറിയൂ. ഇവന്മാരുടെ തമ്മിത്തല്ല് കണ്ട് ഒരുപാട് തിണ്ടിച്ച എന്റെ പത്മാവതി പോയത്. എന്റെ ഗതി അത് തന്നെ. ആശാൻ വിഷമിക്കണ്ട, രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ, എല്ലാം ശരിയായിക്കോളും. അല്ല, ഞാൻ ഇറങ്ങട്ടെ, സപ്ലൈക്കുള്ള ചരക്ക് വണ്ടിയിലിരിക്കുക. ഓട്ടെ. ദൈവമേ, ഒന്ന് കണ്ണു തെറ്റിയപ്പോഴേക്കും എല്ലാം പുറത്തു ചാടിയ. പേടിക്കുന്നെന്തിനാ, കൊല്ലാനുള്ള കോഴിയല്ലേ. ബാക്കിയുള്ളവരെ പിടിക്കട്ടെ. ഇയാളെ പ്രത്യേകം വിളിക്കണം. കോഴി കുളിക്കാൻ പോണം. എന്നാ പിന്നെ നാളെ നമ്മൾ കമ്മിറ്റി ഓഫീസിൽ കാണാം. ഒന്ന് കാണാൻ പറ്റണില്ല. ഞാനൊന്ന് പിടിച്ചോട്ടെ. ഞാൻ പറയട്ടെ, അച്ചു, ഞാൻ കോഴി. അച്ചു പിടിക്കാൻ പറഞ്ഞല്ലേ പറഞ്ഞു. അയ്യോ, ചോര. അച്ചു, എന്നെ ഒന്നും ചെയ്യരുത്. ആശാനേ, 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 ഒന്ന് ഓടി വാ. അച്ചു, ഇത് റിഹേഴ്സലാ, അതാ ഒറിജിനലാ. അപ്പു പറഞ്ഞിട്ട് വന്നതാ. ഇവനെ കൊണ്ട് ഗോവിന്ദ, ഇതാപര ഇവനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കടാ. ഒന്ന് പിടിച്ചേ. ഈശ്വര, ഇനി ഇത് അപ്പു പറഞ്ഞ പിന്നെ എന്തെല്ലാം പുലിവാല ഉണ്ടാകാൻ പോണേ. അവൻ എന്നെ തല്ലി ഈ പരുവാക്കി കളഞ്ഞു. നിന്നോടുള്ള ദേഷ്യം അവൻ എന്നോടാ തീർത്തത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. കേരള ജീപ്പില് എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന്? എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലുകൊള്ളിപ്പിക്കാതെ ഒന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമളോ തന്റെ മടിയിലിരുത്തിയാണ് പേറ്റത്. സാറിന് വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള. ആശാനും കൂശാനൊക്കെ അങ്ങ് വാലയാലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ കൂമ്പുകളൊക്കെ ഞാൻ ഒന്നുമില്ല. ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമനെ കടത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത്
എന്തിനാ ഇത് കേസാക്കാൻ ആരാ പരാതി തന്നെന്ന്? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതറിഞ്ഞ് അപ്പോ എങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഈ കേസിൽപ്പെട്ട് നീ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവൻ അങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമണന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല, അടുത്ത ഭാര്യയിൽ ശ്രീകൃഷ്ണനാക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു, ചെന്ന് നമ്മുടെ ചൈതന്യ രഥത്തിൽ കയറൂ. കാരാഗൃഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ആ, ഇത്രയും നാളിതൊരു ഭാർഗവി നിലയമായിരുന്നു. ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ചു, ഞാൻ ആഗ്രഹം പറഞ്ഞ സാധിച്ചു തരുമോ? ഞാനൊരു ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ എസ് ഐ ആണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ 2-3 ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഊറും പഠിക്കണ പോലെ. നിനക്ക് കൊടുക്കത്ത ആരോഗ്യല്ലേ, നീ ഒന്ന് എയർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്ത് കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലേടാ റാസ്കളേ. അതോട്ട് സംസാരിക്കൂടാ. എന്റെ കൈയുടെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാർ നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. എന്തു പറ്റി സാർ? അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഒരു ഇടിയിടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഈശ്വര, അടുത്തത് ചെന്ന് തടയണോ? പോടോ. അപ്പു മാറി സാറേ, മാറിക്കേ സാറേ. അപ്പൊ നിക്കേ ഇതന്നെ നിക്കപ്പോ. ശ്യാമളൻ സാറേ, എന്താ പൊട്ടം കഴിവരെ ഇങ്ങോട്ട് ഇറക്കി വിട്, ഇല്ലെങ്കിൽ സ്റ്റേഷനകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പൊ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടല് ഞാൻ തല്ലി ഓടിക്കും. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. വെറുതെ അല്ല നാറി പൊട്ടനായി പോയത്. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു. അവൻ ഈ ഭൂലോകം മുടിച്ചേനെ. എടാ അമ്പലം വിഴുങ്ങി ഇറങ്ങി വേടാ. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലേടാ നീ നാട്ടുകാർക്ക് പലിശയ്ക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാക്കം കൊണ്ടല്ലേടാ നിനക്ക് കുട്ടികൾ ഉണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിന് പോലെ നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് പുളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടൂ. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരിപ്പുണ്ടെന്ന്. എത്തിയാ സുഖല്ലേ? എടാ പൊട്ട, എന്റെ കൂട്ടുകാരനെ തല്ലിയതിന് പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടടാ. അടുക്കരുത്, ഞാൻ ബാലയ്ക്ക് വേണ്ടി കളരി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. നമ്മൾ ഇടപെടണോ? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. വെറുതെ പറയാ വരണ്ട, എന്നെ കിട്ടില്ല. ചേട്ടാ വണ്ടി എടുത്തോ. പോലീസ് പിടിച്ച കാറാ. അയ്യോ, ഒളിഞ്ഞു നോക്കുന്നു.
അമ്മേ വയറ്, അയ്യോ കാല്, അയ്യോ, രാമോ. പതുക്കെ. ഹലോ, ഹലോ. എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. നിനക്കെങ്ങനെയുണ്ട്? കുറവുണ്ട്. നിനക്കാ? വന്നതല്ലേ ഉള്ളു, കുറഞ്ഞോളൂ. ഈ പൊട്ടന്റെ ഇടിക്ക് ശക്തി കൂടൂന്ന് പറയണത് ശരിയാണ് കേട്ടോ ചന്ദ്ര. പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിൾ ആകും. എനിക്കതല്ല പേടി. നിന്നെ തല്ലിയതിന്റെ പകരം വീട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ? അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല. രണ്ടും ഭ്രാന്തന്മാരാ. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകും അറിയാമോ? ഒരാഴ്ചയും കൂടി ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. ഈശ്വര, അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും. പീതാംബര, ഞാൻ വടക്കം ഭാഗത്ത് പിരിവെടുത്തതിന്റെ കണക്കെന്നെ ഏൽപ്പിച്ചിട്ടില്ലട്ടാ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. അതെ അതെ ശരിയാ. പെങ്ങളെ കുടിക്കാൻ ഇത്തിരി സംഭാരം എടുത്തോളൂ. എന്നാ ഇന്ന് സംഭാവനയായി കിട്ടിയ 8000 ചൂടോടെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോകും. ഈ ഗജാഞ്ചി ആയി കഴിഞ്ഞാ വലിയ ടെൻഷനാ. ആ ടെൻഷൻ അടുത്ത കൊല്ലം മുതൽ എനിക്ക് തന്നോളൂ. എന്റെ വീട് പണിയൊന്ന് തീരും. ഓടെ അവിടുന്ന്. അപ്പൊ ഇന്നലെ വരെ ഏൽപ്പിച്ച 2,42,000 കൂടെ ഇതുകൂടി ആകുമ്പോ 2,50,000. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേന്ന്? കറക്റ്റ് അല്ലേ? ആ കറക്റ്റടാ പന്നിന്ന്. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പിരിവ്? പിന്നെ ഉഷാറല്ലേ? ആ ദാ. ആ. ഓ, ഇനിയിപ്പോ നേരെ ഷാപ്പിലേക്കായിരിക്കും. ഒരു കുപ്പിയോ? ആ, ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഒരു ഗ്ലാസ്സാ? ആ. ചേട്ടാ, അലമാരയിൽ വെച്ചിരുന്ന സ്വർണ്ണം പണവും കാണുന്നില്ല. എല്ലാം പോയടാ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിരിച്ച സംഭാവനയും പണയം വെച്ച പണ്ടങ്ങളുമാ. ഇനി ആരോടൊക്കെ സമാധാനം പറയണം? ഈശ്വര, ഇതാരാ ഈ ചതി ചെയ്തത്? നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പകരം നല്ല അസ്തന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. അപ്പോ ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞതാ. വലിയ ചതിയായി പോയി. ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയാകുന്നു ഞാൻ വിചാരിച്ചില്ല. അതെ, കൂടപ്പുറപ്പാണ് നോക്കണ്ട, ഇത് കേസാക്കണം. പിന്നെ പോലീസുകാർ തെളിയിച്ചോളൂ. നേരിട്ടൊന്നും കാണാതെ അവനാണെന്ന് തീർത്തു പറയാതെ അച്ചു. തലയുടെ അടിയിലിരുന്ന് താക്കോലെടുത്ത് അലമാര തുറന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് പെരുമാറുന്നവരല്ലാതെ. അല്ലെങ്കിൽ തന്നെ ഉത്സവ കമ്മിറ്റിയിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരോടൊക്കെ ഇനി എന്ത് മറുപടി പറയാനാ? നിങ്ങൾ അണ്ണനും തമ്മിയും തമ്മിലുള്ള വഴക്കൊന്നും കമ്മിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത 2,50,000 രൂപയുടെ ഉത്തരവാദിത്വം അച്ചു പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ അറിവിൽ അത്ര വലിയ കള്ളന്മാരൊന്നും ഈ നാട്ടിലില്ല. കാശടിച്ച് മാറ്റിയിട്ട് ഇവൻ ചുമ്മാ നമ്മളെ മണ്ടന്മാരാക്കാന്നേ. അമ്പലത്തിലെ കാശെടുത്തവൻ പലിശ കൊടുത്തോണം. പറഞ്ഞ സമയത്ത് തിരിച്ചുവിടാൻ വന്നപ്പോ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. യഥാർത്ഥ കള്ളം വേറെ ആരുമല്ല, ഇവൻ തന്നെയാ. ക്ഷമിക്കുന്നതിനൊരു അതിലൊക്കെ ഉണ്ട്. വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല. കമ്മിറ്റിയാണെന്നൊന്നും ഞാൻ നോക്കൂല. നീ എന്ത് ചെയ്യടാ? കട്ടുമുടിച്ചിട്ട് അഹങ്കാരം പറയാൻ നിന്റെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കും. അച്ചുവേട്ടനെ കുറിച്ച് ഇന്നേ വരെ ഈ നാട്ടിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. പൂർവ്വ വൈരാഗ്യം വെച്ച് വെറുതെ കാര്യങ്ങൾ മൂപ്പിക്കല്ല. നീയൊക്കെ നാട്ടുകാരെ കാശെടുത്ത് നക്കിയിട്ട് ഞങ്ങൾ പിന്നെ മിണ്ടായിരിക്കോടാ. നിന്റെയൊക്കെ ചെപ്പയ്ക്കൊന്ന് തന്നിട്ട് വേണം സംസാരിക്കാൻ. എന്റെ ഭാരത, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. കേസൊന്നും മിണ്ടാതിരി. കാശെണ്ണി വെക്കാതെ ഈ പൊട്ടനെ ഈ കമ്മിറ്റി വിടുന്ന പ്രശ്നമില്ല. അത് ഭരതം പറഞ്ഞു ശരിയാ. അതെ.
അച്ചു ഇങ്ങനെ മിണ്ടായിരുന്നാൽ എങ്ങനാ? കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അച്ചു ഇതിന് സമാനം പറഞ്ഞു ഒക്കൂ. അച്ചുവിന് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഈ മോഷണ കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമുള്ള കാശ. ഇവിടുത്തെ ദേവിക്ക് നാട്ടുകാർ കൊടുത്ത കാണിക്കയാ. അതേ തൊട്ട് കളിച്ചാ നിന്റെ കുടുംബം ബന്ധു വെണ്ണീറായി പോവും. സത്യം പറ, നീ ആ കാശെടുത്ത് മറിച്ചതാണോ? ആണെങ്കിൽ തുറന്ന് സമ്മതിച്ചോളൂ. ജീവനുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം കാശ് തരാന്നാ അച്ചു പറഞ്ഞത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാരെപ്പോഴും ഇളകി വരുന്നതെന്ന് പറയാനും പറ്റില്ല. കാശുണ്ടെങ്കിൽ ഉരുപ്പടി വേറെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കാശിനെന്താ വഴി? അപ്പുനോടാ? അപ്പുനോട് എങ്ങനെ വാങ്ങാനാ? എങ്ങോട്ട്? പൊള്ളാച്ചിക്കാ? പൊള്ളാച്ചി ചെന്ന് അവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ആള് പൊള്ളാച്ചി തന്നെ കാണും. അവിടെ ഒരു തമിഴത്തി പെണ്ണുമായിട്ട് കൊളുത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞു. ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പോണ്ണൻ അവിടെ തന്നെ കാണും, ഉറപ്പ്.